നമസ്തേ എവരി വൺ. ഞാനിന്ന് പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് വളരെ ബ്രീഫായിട്ടൊന്ന് പറയാൻ പോവാം. ആക്ച്വലി ഈ പേഴ്സണൽ ഡെവലപ്മെൻറ്റിൻ്റെ ഏരിയാസ് എടുക്കുമ്പോൾ നമ്മൾ ജനിച്ചതും വളർന്നതും പഠിച്ചതും നമ്മൾ കണ്ടിട്ടും ഉള്ള മേഖലയിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമുക്കൊരു പക്ഷേ അറിയാതെ. അപ്പം നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ആവശ്യം വരുന്നത് പലപ്പോഴും നമ്മളുടെ ലൊക്കാലിറ്റിയിൽ നമ്മൾ മെട്രോ നഗരങ്ങളിലേക്ക് പോവുക, അതല്ലെങ്കിൽ നമുക്ക് ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക, ഇൻ്റർനാഷണൽ കോർപ്പറേറ്റ്സിലേക്ക് ജോലി കിട്ടി പോവുക. അതും അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് പൊതുവെ പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവത്തിൽ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അവർക്ക് അവരിലുള്ള കുറവുകൾ ചിലപ്പോൾ അവർക്ക് അനുഭവപ്പെടും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ലൈഫ് കോച്ചിങ്ങിലാണ് ഇത് കൂടുതലും, ആ സബ്ജക്റ്റിലാണ് വരുന്നത്. അതിനകത്ത് സോഫ്റ്റ് സ്കിൽസും ലൈഫ് സ്കിൽസും എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള സ്കിൽസാണ് ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞു. അപ്പം സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമാറ്റത്തിലെപ്പോഴും നമുക്കൊരു സോഫിസ്റ്റിക്കേഷൻ, പരിഷ്കൃതനായിട്ട് ആകാനും വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഈ വ്യക്തിയുടെ പെരുമാറുമ്പോൾ എപ്പോഴും ചെറിയ ഡിഫറൻസസോ ഒരസലുകളൊക്കെ ഉണ്ടാവും. പക്ഷെ വളരെ പോളിഷ്ഡ് ആണെങ്കിൽ, ഇപ്പോൾ നമുക്ക് പെരിയാറ്റിൽ കൂടെ ഒഴുകി വരുന്ന കല്ല് കുറേ കാലങ്ങൾക്ക് ശേഷം വരുന്നതായതുകൊണ്ട് അതിങ്ങനെ തേഞ്ഞ് നമുക്കതെടുത്ത് വെച്ച് മുഖം തൂക്കാം, ഒരു പ്രശ്നമില്ല. ആ സമയത്ത് റോഡിൽ കിടക്കുന്ന മെറ്റലെടുത്ത് വെച്ച് നമുക്ക് തൂക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഒരുപാട് പോളിഷ്ഡ് ആയിട്ട് സോഫ്റ്റ് സ്കിൽസ് ആൻഡ് ലൈഫ് സ്കിൽസ് ഉള്ള ഒരാൾ നമ്മൾ ആ ഉരുണ്ട് വരുന്ന വർഷങ്ങളോളം നദിയിലൂടെ ഒഴുകി വരുന്ന ആ വെള്ളാരം കല്ലിലെ ഉരുണ്ട കല്ലിനെ പോലെയാണ്. അപ്പോൾ നമുക്കത് ഒരിക്കലും അതുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് മുറിക്കത്തില്ല. ആ സമയത്ത് നമുക്ക് ഇതിലൊന്നും പോയിട്ടില്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ പലപ്പോഴും അവർ പെരുമാറുമ്പോഴത്തേക്കും പല സ്ഥലത്തും ഒരസലുകളുണ്ടാവും. കുടുംബത്തിനകത്തും പുറത്തും, ജോലി സ്ഥലത്തും, ബിസിനസ്സിനകത്തും, പാർട്ട്നേഴ്സിൻ്റെ ഇടയ്ക്കും, പോപ്പുലാരിറ്റിയുടെ ഇടയ്ക്കും എല്ലാ സ്ഥലത്തും അവർക്ക് ചെറിയ ഒരസലുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എന്തൊക്കെ ആണ് ഇത് ഈ വിഷയം വരുന്നതെന്നുള്ള ഞാൻ വേറൊരു ഇതിലിടുക. അപ്പോൾ നമുക്ക് പലപ്പോഴും ഈ ക്ലാസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 300 സബ്ജക്റ്റുകൾ. അപ്പം ഒരു ദിവസം ഒരു സബ്ജക്റ്റ് വെച്ച് പഠിച്ചാൽ ഒരു വർഷം വേണമല്ലോ. അപ്പം ഇത്രയും സബ്ജക്റ്റുകൾ സാധാരണഗതി പഠിച്ച് തീരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെയിനിങ്ങിനകത്ത് ട്രെയിനേഴ്സുണ്ടെന്ന്, എന്നെപ്പോലുള്ള ട്രെയിനേഴ്സിനൊന്നും ഇത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. ചില ആൾക്കാരെ നമ്മൾ എടുക്കുമ്പോൾ, ഇപ്പോൾ സെലിബ്രിറ്റീസിനെയൊക്കെ എടുക്കുമ്പോൾ, ഇപ്പോൾ സെലിബ്രിറ്റി കോച്ചിങ് ഒരുപാട് നടക്കുന്നുണ്ട്. സെലിബ്രിറ്റീസിനെ എടുക്കുമ്പോഴത്തേക്കും പലപ്പോഴും അവർക്ക് 80% ഈ കാര്യങ്ങൾ അറിയാവുന്ന ആളായിരിക്കും. 20% അവർക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. അത് ആരോടും തുറന്നു പറയാനായിട്ട് അവർക്ക് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് തുറന്നു പറയാനായിട്ട് പറ്റാതെ, കാരണം അവർക്ക് അതിൻ്റെ അവരുടെ പ്രൈവസിയാണ്, അതുകൊണ്ട് അവരത് റിവീൽ ചെയ്യത്തില്ല. ആകെ തുറന്നു പറയാൻ പറ്റുന്ന, അപ്പോൾ വളരെ ഏറ്റവും അടുത്ത ചില ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് പിന്നീട് പണങ്ങി അത് പുറത്താവും. പക്ഷേ ആരോടും പറയാൻ ഇല്ലാതെ വളരെ കോൺഫിഡൻഷ്യലായിട്ട് ഒരാളോട് പറയുകയും അതിനെ പരിഹരിക്കുകയും വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു 300 സോഫ്റ്റ് സ്കിൽസ് ആൻഡ് ലൈഫ് സ്കിൽസ് ആണ് ഒരാൾക്ക് വേണ്ടതെന്നിരിക്കട്ടെ. നല്ലൊരു സെലിബ്രിറ്റിയാണ്. പലപ്പോഴും അദ്ദേഹത്തിന് കുറവ് വരുന്നത് മേ ബി ഒരു 10%, 20% ആണെങ്കിൽ, 20% ആണെങ്കിൽ പോലും എല്ലാം കൂടെ 60 സ്കില്ലുകൾ മതി. 60 സ്കില്ലുകൾ നമ്മൾ പഠിച്ചാൽ മതി. ബാക്കി 270 അവർക്കുണ്ട്. അപ്പം നമ്മളിത് അറിയണം. ഈ കോച്ച്, അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലാസ്സിൽ ഇരുത്താൻ പറ്റില്ല, അവർക്ക് അതിനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇടപെടുമ്പം നമ്മൾ ചോദിക്കും, ഇന്ന ഭാഗത്ത് നമുക്കറിയാമോ, ഇന്ന ഭാഗത്തറിയാമോ. അവർക്ക് വേണ്ടത് കുറേ കാര്യം ഇങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് സജസ്റ്റീവായിട്ട് ചോദിക്കും. അങ്ങനെ നമ്മൾ ചെയ്തിട്ട് അവരുടെ ലൈഫിൻ്റെ ഇന്ന ഭാഗത്ത് നമ്മൾ ഇത്രയും ഒരു വിജയം ഉണ്ടാക്കണം എന്നുള്ളതിൽ ഇന്നപോലൊരു ഗോള്, ഇന്നൊരു ടാർഗറ്റ് നമ്മൾ എത്തണം, അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം കോച്ചിങ് എടുക്കും. അപ്പം ചിലപ്പോൾ ആഴ്ചയിൽ 1 മണിക്കൂർ വെച്ചിട്ട് ഒരു വർഷത്തേക്ക് ചിലപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം 1 മണിക്കൂർ ചിലപ്പോൾ ഫോണിൽ കൂടെ സംസാരിച്ചാൽ മതിയായിരിക്കും, ചിലപ്പോൾ സൂമിൽ കൂടെ സംസാരിച്ചാൽ മതിയായിരിക്കും. ഇവർ തങ്ങൾ ചിലപ്പോൾ നേരിട്ട് കാണേണ്ട ആവശ്യമേ വരത്തില്ല. ചില കേസിൽ ചിലപ്പോൾ അപൂർവങ്ങളായിട്ട് ചിലപ്പോൾ നേരിട്ട് കാണും. അപ്പോൾ ഇവർക്ക് വേറെ ആരും അത് അറിയുന്നതും ഇഷ്ടമല്ല. 2 പേര്, ഇപ്പോൾ എൻ്റെ കൂടെ കോച്ചിങ് എടുക്കുന്ന ആരെക്കുറിച്ചും ഞാൻ ഒരു ഇൻഫർമേഷനും എൻ്റെ പ്രധാനപ്പെട്ട സ്റ്റുഡൻസിൻ്റെ അടുത്ത് കേസ് സ്റ്റഡി ആയിട്ട് പോലും ഞാൻ പറയാറില്ല. എല്ലാ മേഖലയിലും ഉണ്ട്, പൊളിറ്റിക്കൽ മേഖലയിലും സിനിമയിലും എല്ലാ മേഖലയിലും ഉള്ളവരുണ്ട്. പക്ഷേ വളരെ റയറായിട്ടാണ് ഞാൻ എടുക്കുന്നത്. പക്ഷേ അത് വേറൊരാളുടെ അടുത്ത് നമ്മൾ പറയാനോ ആ വിഷയങ്ങൾ സംസാരിക്കാൻ നമ്മൾ തയ്യാറാകില്ല.
അപ്പോൾ ഇതിൽ അവർക്ക് പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. പക്ഷേ ആ ഒരു കേസ് മാത്രം. അപ്പം അതിന് വളരെ കൃത്യമായ അപ്പോൾ മറുപടിയും അവർക്ക് വേണ്ടുന്ന കോച്ചിങ്ങും ഞാൻ പറഞ്ഞല്ലോ, ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് മേ ബി പിന്നെ ഒരു വർഷം കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പം. ചിലർക്ക് ഒരു വർഷം വേണ്ടി വരത്തില്ല, അല്ലാതെ തന്നെ ചിലപ്പോൾ തീരുന്ന കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ അവർക്ക് നല്ല ലാംഗ്വേജ് കാണും, നല്ല സോഫിസ്റ്റിക്കേറ്റഡ് ആയിരിക്കും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഡിപ്രഷൻ വരും, ഭയങ്കര ആങ്കർ ചിലപ്പോൾ വരും. അപ്പം ചില അവരുടെ ഇമോഷൻസ് പിടിച്ചാൽ കിട്ടാതെ നിൽക്കും. അതല്ലെങ്കിൽ ചെറിയൊരു ഫിയർ കാണും, ചില കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെടുത്ത് നമ്മൾ ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാകും. അപ്പോൾ എന്തായാലും ഞാനൊരു കാര്യം പറയാം. നമുക്ക് തടഞ്ഞു നിൽക്കുന്ന, നമ്മളെ വിജയിക്കാൻ സഹായിക്കാത്ത, ഇതിൽ തടസ്സം ഉണ്ടാകുന്ന ചില ഏരിയാസ്, അവിടെ നമ്മളങ്ങ് സ്കിൽ ആർജിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വിജയം ചിലപ്പം 2x 3x 5x 10x നമ്മൾ ചിലപ്പോൾ വിജയം അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് കടന്നു പോകും, മാറിപ്പോകും. അതെപ്പോഴും ഒരു 1-to-1 കോച്ചിങ്ങിനെ പറ്റത്തുള്ളൂ, ക്ലാസ്സിൽ നിന്നൊന്നും പറ്റത്തില്ല. 1-to-1 കോച്ചിങ്. അപ്പോൾ അതുകൊണ്ടാണ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിട്ട്, അപ്പോൾ അവർക്ക് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞാൽ അത് പിന്നെ എക്ക് വേണ്ടതല്ല ബിക്ക് വരുന്നത്, ബിക്ക് വേണ്ടതല്ല സിക്ക് വരുന്നത്, സിക്ക് വേണ്ടതല്ല ഡിക്ക് വരുന്നത്, വ്യത്യാസമായിരിക്കും. അപ്പോൾ നമ്മുടെ സമയം കൺസ്ട്രെയിൻ അനുസരിച്ചുള്ള ആൾക്കാരായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പം അത്രയും ഉറപ്പ് വരുത്തിയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ കോള് വിളിക്കുന്നത് മുതൽ അവിടെ നിന്ന് നല്ല സൂം മീറ്റിംഗ് മുതൽ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്തതിന് ശേഷം വേണോ വേണ്ടിയോ എന്നുള്ളത് സംസാരിച്ച് അപ്പം രണ്ടും എഗ്രി ചെയ്തിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഇതാണ് നമ്മുടെ ഗോള്, ഇത്ര ദിവസം കൊണ്ട് ഇത്ര മാസം കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരണം, അതിന് നമ്മൾ ഇന്ന എഫർട്ട് എടുക്കണം, ഇതെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ അപ്പോൾ അതിൻ്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നു. ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു സെലിബ്രിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന മേ ബി 10 times 20 times 100 times 1000 times ചിലപ്പം പ്രോഫിറ്റബിൾ ആയിരിക്കും. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന, സ്വർണം വാങ്ങിക്കുന്ന കഴിഞ്ഞൊക്കെ മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിരിക്കും ചിലപ്പം ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ലൈഫ് കോച്ചിങ്ങിനകത്ത് ഉപയോഗിക്കുന്ന കുറച്ച് മെത്തഡോളജീസ്, ടെക്നിക്സ്, പിന്നെ ചിലപ്പോൾ ഏരിയ ഫോക്കസ് ചെയ്യുന്ന ചില ഏരിയക്കകത്ത് ചിലപ്പം അല്പം 2-3 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ചില കാര്യം ഭയങ്കര ബേസിക്കായിട്ട് പഠിപ്പിക്കേണ്ടതായിട്ട് വരും. എന്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ യൂസ് വരുന്നത്, എന്തെങ്കിലും അവർക്ക് ഒരാവശ്യമില്ലാത്ത കുറേ സബ്ജക്റ്റ് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പം അവർക്ക് ഏറ്റവും കൂടുതൽ യൂസ് വരുന്ന അവരുടെ ആ ഒരു തടസ്സം മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നത് ചില ഫിയറൊക്കെ കയറി പിടിക്കുക, ഒരാവശ്യമില്ലാത്ത ഫിയർ ആയിരിക്കും. ചിലപ്പോൾ നമ്മളത് അതിന് 2-3 റീസൺസ് എടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനെ ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതോടുകൂടി നമ്മുടെ ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് അവരുടെ ഒരുപാട് മാറും. പക്ഷേ ഇതിന് ഈ കോച്ചിനുള്ള ചലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോച്ച് ഈ ആൾ വരുമ്പോൾ മാത്രമല്ല, അയാളുടെ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സെർച്ച് ചെയ്ത് ഫൈൻഡ് ചെയ്ത് ബുക്കുകൾ റെഫർ ചെയ്ത് റിസർച്ച് ചെയ്ത് അങ്ങേർക്ക് വേണ്ടി തന്നെ ഒരു ഫോൾഡർ ഉണ്ടാക്കി കമ്പ്യൂട്ടറിലിട്ട് ആ പേര് ചിലപ്പോൾ സ്യൂഡോനെയിം ആയിരിക്കും. അപ്പോൾ അത് കൊടുത്തിട്ട് ആ കൃത്യമായിട്ട് എടുത്ത് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഓരോ സമയത്ത് ഓപ്പൺ ചെയ്യുന്നത്. അയാൾക്ക് വേണ്ടി മാത്രം റിസർച്ച് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് ഇപ്പോൾ ഇത് ചെയ്യാനായിട്ടുള്ള ആ ഒരു തഴക്കവും പഴക്കവും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കോമൺ ചലഞ്ചസ് വരുന്നതുണ്ട്. അപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഏരിയാസ് ഉണ്ട്. ചില ടൂളുകൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ആ ടൂളുകളിൽ കൂടെ നമുക്ക് കൃത്യമായിട്ട് അവരുടെ വളരെ കൃത്യമായിട്ട് പ്രശ്നങ്ങൾ നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അപ്പോൾ ചിലപ്പോൾ ചെറിയ കൾച്ചറൽ ഇഷ്യൂസ് ആയിരിക്കും, ചിലപ്പോൾ ചില തെറാപ്പിയും ചിലപ്പം അതിൻ്റെ കൂടെ ചില കൗൺസിലിംഗ് കൂടെ കൂട്ടി യോജിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ചില എത്തിക്കൽ കൺസിഡറേഷൻസ് വരും. പിന്നെ അവർക്ക് ചില സക്സസ്സിന് ചിലപ്പോൾ മെഷർ ചെയ്യാനുള്ള സംഭവങ്ങൾ, ചില ക്രിറ്റിസിസം കോൺട്രവേഴ്സിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നേരിടുന്നത്, അതിനകത്തുള്ള പതിനെങ്ങനെയാണ്, ചില തീരുമാനങ്ങൾ എടുക്കാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്റ്റെപ്സ് എങ്ങനെ നമുക്ക് സയൻറ്റിഫിക്കായിട്ട് എടുക്കാം, പിന്നെ നമുക്ക് പോപ്പുലറായിട്ടുള്ള ലൈഫ് അപ്രോച്ച് എങ്ങനെയായിരിക്കണം, പിന്നെ നമുക്ക് പോസിറ്റീവ് സൈക്കോളജി നമുക്ക് കുറച്ച് അവർ പഠിക്കണം, ന്യൂറോ സയൻസിൻ്റെ എലമെൻറ്റ് അതെങ്ങനെയൊക്കെ അവർക്ക് വർക്ക് ചെയ്യുമെന്നുള്ളത് അറിയണം, പിന്നെ ചില അവർ ഐക്കൺസായി മാറാനായിട്ട് സഹായിക്കുന്ന ചില മെത്തേഡ്, അത് ഇവരുടെ മാത്രമല്ല ലോകത്തുള്ള എല്ലാ സെലിബ്രിറ്റീസിൻ്റെ നമ്മൾ നോക്കുമ്പോഴായിരിക്കും ഇവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള നമുക്ക് കണ്ടെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അവർക്ക് പറ്റിയൊരു മോഡൽ നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. പിന്നെ അവർക്കൊരു എപ്പോഴും മെൻ്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചില സപ്ലിമെൻ്റ് അവർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ വിവരം കൊടുക്കണം. പിന്നെ ഇവർ ചിലപ്പോൾ ചില ടെക്നോളജി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതുമായിട്ട് ചേർത്ത് വെപ്പിക്കണം. പിന്നെ ചിലപ്പോൾ അപൂർവങ്ങളായിട്ട് ചില ഇന്ത്യയിലെ എബ്രോഡോ പേഴ്സണൽ റിട്രീറ്റ്സിന് പോകാനായിട്ട് ചിലപ്പോൾ ചില ഫോറിൻ ട്രെയിനിങ്ങിന് പോകാനായിട്ട് ചിലപ്പോൾ നമ്മൾ അപൂർവമായിട്ട് അവരോട് ആവശ്യപ്പെടും. പിന്നെ അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവരുടെ വരാവുന്ന ചാലഞ്ചസ്, പിന്നെ അതുപോലെ തന്നെ അവർക്ക് തന്നെ അത്യാവശ്യം വരുന്ന കുറച്ച് സ്റ്റോറീസ് ഉണ്ടാവും.
അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്ത്, അപ്പോൾ അങ്ങനെ ഈ എന്താണ് കേസ് ബൈ കേസ് ആയിട്ട് ഇവർ നോക്കുമ്പോൾ, പക്ഷേ ഒരു നല്ല കോച്ചുകളെല്ലാം എടുക്കുന്ന ഒരു കാര്യം, ഒരിക്കലും അവർ ഏറ്റെടുത്ത ഒരു സെലിബ്രിറ്റിയുടെ കേസ് ഫെയിലാകാൻ അവർ സമ്മതിക്കത്തില്ല. കാരണം അവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്യും. അത് ലോകത്തിലുള്ള നല്ല ഏത് കോച്ചാണെങ്കിലും ശരി, അവർ ഹോംവർക്ക് ചെയ്യുന്നതോ റിസർച്ച് ചെയ്യുന്നതോ മറ്റാരും അറിയുന്നില്ല. പക്ഷേ ഇവർ ചിലപ്പോൾ ഒരു പക്ഷേ സെലിബ്രിറ്റി കാൻഡിഡേറ്റുമായിട്ട് സംസാരിച്ചിട്ടോ ഉള്ളതോ അല്ലാത്തതോ മനസ്സിലാക്കിയിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യം നമ്മൾ റിസോഴ്സസിന് വേണ്ടിയിട്ട് എടുത്തിട്ട് അത് വളരെ സജസ്റ്റീവായിട്ട് വളരെ അത് മാത്രം, കാരണം അവർ കിടന്ന് പരതേണ്ട കാര്യമില്ല, കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട്. പിന്നെ വ്യൂ പോയിൻറ്റ്സ്, നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ നേരെ നിന്ന് നോക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ മോളിൽ നിന്ന് നോക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ താഴെ നിന്ന് നോക്കുമ്പോഴായിരിക്കും, ചിലപ്പം ചിലരുടെ കാര്യത്തിന് മറുപടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കൊച്ചുകുട്ടി നോക്കുന്ന പോലെ നോക്കണം, ചിലപ്പം ഒരു ടീനേജർ നോക്കുന്ന പോലെ നോക്കണം, ചിലപ്പം ഒരു സന്യാസി നോക്കുന്ന പോലെ നോക്കണം, ചിലപ്പോൾ ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ നോക്കുന്ന പോലെ നോക്കണം, അങ്ങനെ ചിലപ്പോൾ ഒരു ഫിലോസഫർ നോക്കുന്ന പോലെ, ഇങ്ങനെ പല ആംഗിൾ അവരെ കൊണ്ട് കാണിപ്പിച്ചിട്ടായിരിക്കും അവർക്കൊരു വലിയ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മൾ അവരെ കൊണ്ട് എടുപ്പിക്കാനായിട്ടുള്ള ടൂളുകൾ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ നമുക്കപ്പോൾ അതിന് തക്കതായ വാല്യൂ, ചിലപ്പോൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്തേക്കാം, കൊള്ളാമെന്ന് നോക്കിയേക്കാം എന്ന് വെച്ച് തമാശന് വരുന്നത് എന്താണെന്ന് അറിയത്തില്ല, തമാശന് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഒരു സെലിബ്രിറ്റി കോച്ചിങ് എന്ന് മനസ്സിലാക്കിയിട്ട്, എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റി കോച്ചിങ്ങിനകത്ത് എന്തായാലും അവർക്കൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ആ അതിലേക്ക് മാത്രം അവരുടെ ശ്രദ്ധ കൊണ്ടുവന്ന് അത് അവർക്ക് മറ്റാരും അറിയാതെ അത് അവർക്ക് കടന്നു പോകാൻ പറ്റണം, ആ ഗോൾ അവർക്ക് കൃത്യമായിട്ട് വിൻ ചെയ്യാൻ പറ്റണം. അതിന് നമുക്ക് മാനസികമായിട്ട് പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു സെലിബ്രിറ്റി കോച്ചിങ്ങിനകത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് മാറ്റങ്ങൾ ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ പേഴ്സണലി സംസാരിക്കാനായിട്ട് ഇതിൽ കാണുന്ന നമ്പറിൽ, ഇത് മറ്റേതിലുള്ളതല്ല, ഇത് പ്രത്യേക നമ്പറാണ്. അപ്പം ആരാണെന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വ്യക്തിപരമായിട്ട് ഞാൻ തന്നെ വരുന്ന സമയത്തായിരിക്കും അത് പ്രത്യേകമായിട്ട് വിളിക്കാനായിട്ട് സമയം കിട്ടുന്നത്. എല്ലാ ആഴ്ചയിലൊന്നും വിളിച്ചൊന്നും വരത്തില്ല, ജസ്റ്റ് ഒരു വാട്സപ്പ് അയച്ചിട്ടിരുന്നാൽ മതി. അപ്പോൾ അതാത് സമയത്ത്, അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രം ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ തന്നെ ഇരിക്കുന്ന സമയത്ത് മിക്കവാറും സൂമിലായിരിക്കും എൻട്രി ചെയ്യുന്നത്. 1-to-1 തന്നെയായിരിക്കും, 1-to-1 ചെയ്യാനായിട്ടുള്ള സംവിധാനമൊക്കെ ഉണ്ടാകും. അതിന് ശേഷമായിരിക്കും ഞാനുമായിട്ട് കാണുന്നത്. അപ്പം അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി യു ക്യാൻ ഡ്രോപ്പ് എ മെസ്സേജ്. സോ ഓൾ ദ ബെസ്റ്റ്.